ഇടുക്കി വന്യജീവി സങ്കേതത്തിലെ കണ്ണമ്പടി വനമേഖലയിൽപ്പെട്ട 12 ആദിവാസി ഊരുകളെ സംരക്ഷിക്കുന്ന ബൃഹത് പദ്ധതിക്ക് കരാറായി. സർക്കാർ നിയന്ത്രണത്തിലുള്ള കേരള പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് 4 കോടി രൂപയ്ക്ക് ടെൻഡർ എടുത്തത്. 17.7 കിലോമീറ്റർ ട്രഞ്ച്, 6 കിലോമീറ്റർ സൗരോർജ്ജ വേലി എന്നിവ നിർമ്മിക്കുന്ന പദ്ധതിക്ക് നബാർഡാണ് ധനസഹായം നൽകുന്നത്. കണ്ണമ്പടി ആദിവാസി ഊരുകളെ സുരക്ഷിതമാക്കാൻ നടപടി വരികയാണ്. സോഫ്റ്റ്വെയറിലെ അപ്ഡേഷൻ താമസിച്ചാണ് വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് കാലതാമസം നേരിട്ടത്. കരാർ കമ്പനിയുടെ ചുമതലയിൽ ഉപകരാർ നൽകി താമസിയാതെ നിർമ്മാണം തുടങ്ങും. മേമാരി, ചൊക്കവള്ളി, ചെമ്പകശ്ശേരി, പെരുമ്പൻ, ഈട്ടിക്കൽപ്പടി, നാഗമൂർത്തി, കണ്ണമ്പടി, കിഴുകാനം, ചന്ദനക്കാനം, ചെമ്പകപ്പാറ, കല്ലേക്കുളം, കിഴുകാനം, കത്തിതേപ്പൻ, പൂക്കൊമ്പൻപടി, പുള്ളുവേലി, ഗിരീഷ്പടി, പാരൻതോട്ടം, കുമരികുളം, കോയിപ്രാപ്പടി, മേമാരി, ഇഡിസിപ്പടി, ജെയിംസ് പടി എന്നീ വനാതിർത്തികളിൽ ട്രെഞ്ചും, ഇഞ്ചപ്പാറ, വൻമാവ്, കൊല്ലത്തിക്കാവ്, കോതപാറ എന്നീ വനാതിർത്തികളിൽ സൗരോർജ്ജ വേലിയും നിർമ്മിക്കും. വനത്തിലുള്ള കണ്ണമ്പടിയിൽ 12 ആദിവാസി ഊരുകളാണുള്ളത്. 1200 കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. പരമ്പരാഗതമായി താമസിക്കുന്നവർക്ക് പുറമെ ഇടുക്കി പദ്ധതിക്ക് വേണ്ടി മുത്തമ്പടി താഴെ, ചെറുശ്ശേരിത്തളം, കെട്ടിച്ചിറ പ്രദേശങ്ങളിൽ നിന്നും കുടിയിറക്കി സർക്കാർ കുടിയിരുത്തിയവരും ഇവിടെയാണ് താമസം. കൃഷി ചെയ്തും വനവിഭവങ്ങൾ ശേഖരിച്ചുമാണ് കുടുംബങ്ങൾ ഉപജീവനം നടത്തി വരുന്നത്. എന്നാൽ കാട്ടാനയും കാട്ടുപന്നിയും ഇവരുടെ കൃഷി വ്യാപകമായി നശിപ്പിക്കുന്നുണ്ട്. ഇതിന് പരിഹാരമായാണ് വനം വകുപ്പ് പദ്ധതി തയ്യാറാക്കിയത്. വന്യമൃഗങ്ങൾ കയറാൻ സാധ്യതയുള്ള 23.07 കിലോമീറ്റർ പ്രദേശം ഈ സുരക്ഷിത വലയത്തിനുള്ളിലാവും. ബാക്കി ഭാഗം വനമേഖല അല്ലാത്തതിനാൽ അതുവഴി വന്യമൃഗങ്ങൾ കയറുകയുമില്ല. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.